ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. മാതൃകാ ചോദ്യങ്ങളാണ്. LDCയുമായി ബന്ധപ്പെട്ട് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ബ്രിട്ടീഷുകാരുടെ സൈനിക സഹായ വ്യവസ്ഥയിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം ഏത്? ഓപ്ഷൻസ്: തിരുവിതാംകൂർ, കൊച്ചി, മേവാർ, ഹൈദരാബാദ്. ആൻസർ ഓപ്ഷൻ ഡി, ഹൈദരാബാദ്. ബ്രിട്ടീഷുകാരുടെ സൈനിക സഹായ വ്യവസ്ഥയിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. അടുത്തത്, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? ഓപ്ഷൻസ്: ദാദാഭായ് നവറോജി, MN റോയ്, CR ദാസ്, ലാലാ ലജ്പത് റായ്. ആൻസർ ഓപ്ഷൻ എ, ദാദാഭായ് നവറോജി. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത് എവിടെ? ഓപ്ഷൻസ്: എ, ചെന്നൈ, കട്ടക്ക്, ന്യൂഡൽഹി, നാസിക്. ആൻസർ ഓപ്ഷൻ സി, ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത് ന്യൂഡൽഹിയിലാണ്. അടുത്തത്, താഴെ പറയുന്നവരിൽ ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രം സ്ഥാനത്തിൽ നിന്ന് നീക്കം ചെയ്യാനാവുന്നത് ആരെയാണ്? ഓപ്ഷൻസ്: തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ഉപരാഷ്ട്രപതി, ഗവർണർ, അറ്റോർണി ജനറൽ. ആൻസർ ഓപ്ഷൻ എ, തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രം സ്ഥാനത്തിൽ നിന്ന് നീക്കം ചെയ്യാനാവുന്ന വ്യക്തിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും അധികം സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ഏത്? ഓപ്ഷൻസ്: ഹിന്ദി, മറാത്തി, തെലുങ്ക്, ബംഗാളി. ആൻസർ ഓപ്ഷൻ ഡി, ബംഗാളി. ഇന്ത്യയിൽ ഏറ്റവും അധികം സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ എന്നറിയപ്പെടുന്നത് ബംഗാളി ഭാഷയാണ്. അടുത്തത്, അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ രാഷ്ട്രപതി ആര്? ഓപ്ഷൻസ്: VV ഗിരി, നീലം സഞ്ജീവ റെഡ്ഡി, സക്കീർ ഹുസൈൻ, മുഹമ്മദ് ഹിദായത്തുള്ള. ആൻസർ ഓപ്ഷൻ സി, സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈനാണ് അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ രാഷ്ട്രപതി. അടുത്തത്, മദർ തെരേസയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വർഷമേത്? ഓപ്ഷൻസ്: 1979, 1980, 1981, 1982. ആൻസർ ഓപ്ഷൻ എ, 1979. മദർ തെരേസയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വർഷം 1979. അടുത്തത്, ബുദ്ധൻ, മഹാവീരൻ എന്നിവരുടെ സമകാലീനനായിരുന്ന ചിന്തകനാര്? ഓപ്ഷൻസ്: കൺഫ്യൂഷ്യസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ഫ്രാൻസിസ് ബേക്കൺ. ആൻസർ ഓപ്ഷൻ എ, കൺഫ്യൂഷ്യസ്. കൺഫ്യൂഷ്യസ് ആണ് ബുദ്ധൻ, മഹാവീരൻ എന്നിവരുടെ സമകാലീനനായിരുന്ന ചിന്തകൻ. അടുത്തത്, ഏത് രോഗാവസ്ഥ തിരിച്ചറിയാൻ നടത്തുന്ന പരിശോധനയാണ് ഹാർഡി റാൻഡ് റിറ്റ്ലർ ടെസ്റ്റ്? ഓപ്ഷൻസ്: ഗ്ലോക്കോമ, മെനിഞ്ചറ്റിസ്, ഡിഫ്തീരിയ, വർണ്ണാന്ധത. ആൻസർ ഓപ്ഷൻ ഡി, വർണ്ണാന്ധത. വർണ്ണാന്ധത തിരിച്ചറിയാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചറിയാൻ നടത്തുന്ന പരിശോധനയാണ് ഹാർഡി റാൻഡ് റിറ്റ്ലർ ടെസ്റ്റ്. അടുത്തത്, ഇന്ത്യയിലെ എത്രാമത്തെ ജനസംഖ്യ കണക്കെടുപ്പാണ് 2011 പൂർത്തിയായത്? ഓപ്ഷൻസ്: 10, 12, 13, 15. ആൻസർ ഓപ്ഷൻ ഡി, 15. 15ാമത്തെ ജനസംഖ്യ കണക്കെടുപ്പാണ് 2011 പൂർത്തിയായത്. അടുത്തത്, ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? ഓപ്ഷൻസ്: മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ബീഹാർ, രാജസ്ഥാൻ. ആൻസർ ഓപ്ഷൻ എ, മഹാരാഷ്ട്ര. ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അടുത്തത്, തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻസ്: മെഡുല ഒബ്ലോങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്, സെറിബെല്ലം. ആൻസർ ഓപ്ഷൻ ബി, തലാമസ്. തലാമസിലാണ് തലച്ചോറിൻ്റെ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന ഭാഗമെന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര? ഓപ്ഷൻസ്: 18 വയസ്സ്, 21 വയസ്സ്, 24 വയസ്സ്, 30 വയസ്സ്. ആൻസർ ഓപ്ഷൻ ബി, 21 വയസ്സ്. ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായമെന്നറിയപ്പെടുന്നത് 21 വയസ്സാണ്. അടുത്തത്, മെർദേക്ക കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: ഹോക്കി, ബില്ലിയാർഡ്സ്, ഗോൾഫ്, ഫുട്ബോൾ. ആൻസർ ഓപ്ഷൻ ഡി, ഫുട്ബോൾ. ഫുട്ബോളുമായി ബന്ധപ്പെട്ട കപ്പാണ് മെർദേക്ക കപ്പ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഏത് നദിയുടെ തീരത്താണ് ബോധ്ഗയ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: യമുന, സരയു, നിരഞ്ജന, സോൺ. ആൻസർ ഓപ്ഷൻ സി, നിരഞ്ജന. ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് ബോധ്ഗയ എന്നറിയപ്പെടുന്നത്. ബോധ്ഗയ സ്ഥിതി ചെയ്യുന്നത് നിരഞ്ജന നദിയുടെ തീരത്താണ്. അടുത്തത്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ
ആദ്യ സെഞ്ചുറി ഏത് രാജ്യത്തിനെതിരെ ആയിരുന്നു? ഓപ്ഷൻസ് ശ്രീലങ്ക, ഓസ്ട്രേലിയ, സിംബാബ്വെ, ഇംഗ്ലണ്ട്. ആൻസർ ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ ആദ്യത്തെ സെഞ്ചുറി ഇംഗ്ലണ്ട് രാജ്യത്തിനെതിരെയായിരുന്നു. അടുത്തത് കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമേത്? ഓപ്ഷൻസ് മാർബിൾ, മണൽക്കല്ല്, ബസാൾട്ട്, ഗ്രാനൈറ്റ്. ആൻസർ ഓപ്ഷൻ എ മാർബിൾ. കായാന്തരിത ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് മാർബിൾ. അടുത്തത് നോക്രക് ബയോസ്ഫിയർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, സിക്കിം. ആൻസർ ഓപ്ഷൻ എ മേഘാലയ. നോക്രക് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മേഘാലയ. അടുത്തത് സേവനാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനമേത്? ഓപ്ഷൻസ് മഹാരാഷ്ട്ര, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ആൻസർ ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. സേവനാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അടുത്തത് മൂലകത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത് എന്ത്? ഓപ്ഷൻസ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ഫോട്ടോണുകൾ. ആൻസർ ഓപ്ഷൻ എ പ്രോട്ടോൺ. മൂലകത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോണുകളാണ്. അടുത്തത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്ന് നിർത്തിവച്ച പ്രക്ഷോഭമേത്? ഓപ്ഷൻസ് ചമ്പാരൻ സത്യാഗ്രഹം, ഖിലാഫത്ത് സമരം, നിയമലംഘന സമരം, നിസ്സഹകരണ സമരം. ആൻസർ ഓപ്ഷൻ സി നിയമലംഘന സമരം. ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്ന് നിർത്തിവെച്ച പ്രക്ഷോഭമാണ് നിയമലംഘന സമരം. അടുത്തത് ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനൻറ്റ് കേണൽ പദവി നൽകി ആദരിച്ച ആദ്യ കായിക താരം ആര്? ഓപ്ഷൻസ് സച്ചിൻ ടെണ്ടുൽക്കർ, അഭിനവ് ബിന്ദ്ര, മഹേന്ദ്ര സിംഗ് ധോണി, കപിൽ ദേവ്. ആൻസർ ഓപ്ഷൻ ഡി കപിൽ ദേവ്. ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനൻറ്റ് കേണൽ പദവി നൽകി ആദരിച്ച ആദ്യ കായിക താരമാണ് കപിൽ ദേവ്. അടുത്തത് യൂറോപ്പിന് പുറത്ത് സാഹിത്യ നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ വ്യക്തി ആര്? ഓപ്ഷൻസ് മാർക്ക് ട്വെയിൻ, ഹുവാൻ റൂൾഫോ, വോൾ സോയിങ്ക, രവീന്ദ്രനാഥ് ടാഗോർ. ആൻസർ ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ് ടാഗോർ. യൂറോപ്പിന് പുറത്ത് സാഹിത്യ നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ. അടുത്തത് കൃഷ്ണ നദി കടന്നു പോകാത്ത സംസ്ഥാനമേത്? ഓപ്ഷൻസ് മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. ആൻസർ ഓപ്ഷൻ സി തമിഴ്നാട്. കൃഷ്ണ നദി കടന്നു പോകാത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവയിലൂടെയാണ് കൃഷ്ണ നദി കടന്നു പോകുന്നത്. അടുത്തത് മണ്ണെണ്ണയിലെ ഘടകമൂലങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻസ് കാർബൺ നൈട്രജൻ, കാർബൺ ഓക്സിജൻ, കാർബൺ ഹൈഡ്രജൻ, കാർബൺ സൾഫർ. ആൻസർ ഓപ്ഷൻ സി കാർബൺ ഹൈഡ്രജൻ. കാർബൺ ഹൈഡ്രജനുമാണ് മണ്ണെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ. അടുത്തത് ഇന്ത്യയിൽ എവിടെയാണ് യുവഭാരതി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് പൂനെ, റാഞ്ചി, കൊൽക്കത്ത, കട്ടക്ക്. ആൻസർ ഓപ്ഷൻ സി കൊൽക്കത്ത. ഇന്ത്യയിലെ യുവഭാരതി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. യുവഭാരതി സ്റ്റേഡിയം എന്നറിയപ്പെട്ടിരുന്ന സ്റ്റേഡിയമാണ് സാൾട്ട് ലേക്ക് സ്റ്റേഡിയം. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയമാണ് മുമ്പ് യുവഭാരതി സ്റ്റേഡിയം എന്ന് അറിയപ്പെട്ടിരുന്നത്. അടുത്തത് മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം ഏത്? ഓപ്ഷൻസ് 1526, 1556, 1661, 1761. ആൻസർ ഓപ്ഷൻ ഡി 1761. മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷമാണ് 1761. അടുത്തത് ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പറയുന്ന വകുപ്പ് ഏത്? ഓപ്ഷൻസ് 370, 368, 356, 360. ആൻസർ ഓപ്ഷൻ ബി 368. ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 368 വകുപ്പ്. അടുത്തത് കായകൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻസ് അസറ്റൈലിൻ, കാൽസ്യം കാർബൈഡ്, കൊറണ്ടം, മഗ്നീഷ്യം സിലിക്കേറ്റ്. ആൻസർ ഓപ്ഷൻ ബി കാൽസ്യം കാർബൈഡ്. കായകൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ്. പഴങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണെന്ന് ചോദിച്ചാലും കാൽസ്യം കാർബൈഡ് തന്നെയാണ്. അടുത്തത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻസ് ഹേഗ്, ജനീവ, ബെർലിൻ, പ്രാഗ്. ആൻസർ ഓപ്ഷൻ എ ഹേഗ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ആസ്ഥാനം വരുന്നത് ഹേഗാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് LDSയിൽ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളുമാണ് നോക്കിയത്. 30 ക്വസ്റ്റ്യൻസാണ് നോക്കിയത്.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.